ഗുരുവായൂർ ക്ഷേത്രത്തിൽ കൃഷ്ണപിള്ള കയറി മണിയടിച്ചു. നായർക്ക് മണിയടിച്ചൂടാ, കൃഷ്ണപിള്ള മണിയടിച്ചു. അപ്പോൾ സാമൂതിരിയുടെ ഗുണ്ടകളായ നായന്മാർ വന്നിട്ട് തലക്കടിച്ചു. അപ്പോൾ കൃഷ്ണപിള്ള പറഞ്ഞ വളരെ പ്രസിദ്ധമായ വാക്യമുണ്ട്, ഉശിരുള്ള നായരും മണിയടിക്കും, ഇലക്കി നായർ തലക്കടിക്കും. കൃഷ്ണപിള്ളയുടെ പഴയ മറുപടിയാ. അടി അവസാനിച്ചിട്ടില്ല ഇപ്പോഴും. അന്ന് ഗുരുവിനോട് ചോദിച്ചു, ബ്രാഹ്മണനല്ലാത്ത നിങ്ങൾക്ക് എന്താ പ്രതിഷ്ഠയ്ക്ക് അവകാശം? അപ്പൊ ഗുരു പറഞ്ഞ വളരെ പ്രസിദ്ധമായ മറുപടിയാണ്, നാം നിങ്ങളുടെ ശിവനെ അല്ലല്ലോ പ്രതിഷ്ഠിച്ചത്. ജാതി എന്തായിരുന്നു? ജാതി ബ്രാഹ്മണ്യം വ്യവസ്ഥ ചെയ്തതായിരുന്നല്ലോ. ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ, അതിനകത്ത് നിരവധി ജാതികൾ. ഗുരുവിന് എന്തായിരുന്നു ജാതി? ഗുരുവിന് എന്തായിരുന്നു ജാതി? നിങ്ങളുടെ ഏത് ധർമ്മത്തിലാണ് ഗുരു പറഞ്ഞ ജാതി ഉള്ളത്? പുണർന്ന് പെറുന്നതെല്ലാം ഒരിനമാം, തമ്മിൽ ഇണചേർന്ന് അടുത്ത തലമുറയാകുന്നതേതോ അതൊരു ജാതി എന്നത് ഗുരു കേരളത്തിന് നൽകിയ ജാതി സങ്കല്പാണ്. നിങ്ങളുടെ ഏത് ധർമ്മത്തിലാണ്, ഏത് തന്ത്രവിധിയിലാണ് ഇങ്ങനെ ഒരു ജാതി ഉള്ളത്? പേര്, ഊര്, തൊഴിൽ മൂന്നുമായത് പോരുമേ, ജാതി ഏതെന്ന് ചൊല്ലേണ്ട, നേര് മെയ് തന്നെ ചൊൽകയാൽ. ആരാണെന്ന് പറയാനായിട്ട് ഇത് മൂന്നും മതി. പേര്, ഊര്, തൊഴില്. ജാതി വേണ്ട. കാരണം ജാതി എന്താന്ന് ശരീരം കണ്ടറിയാം. ശരീരം കണ്ടറിയാം മനുഷ്യനാണ് ജാതി, അത്രേ ഉള്ളൂ. അതിപ്പോഴും മനസ്സിലായിട്ടില്ലാത്ത ആളുകളുണ്ട് കേട്ടോ. അതിനൊന്നും ഒരു നിവൃത്തിയില്ല. പണ്ട് ഗുരു ട്രെയിനിൽ സഞ്ചരിക്കുമ്പോൾ ഒരു രാജാവ് ഒന്ന് ചോദിച്ചിട്ട് അത്ര. രാജാവ് ചോദിക്കുമ്പോൾ ചോദ്യത്തിനും അത്രയും കനപ്പെട്ട സ്വഭാവം ഉണ്ടാവും. രാജാവ് ചോദിച്ചു, എന്താ പേര് സ്വാമിയുടെ? നാരായണനാണ്. ഇപ്പൊ ചോദിച്ചു, എന്താ ജാതി? ഇന്നിപ്പോൾ നമ്മൾ അങ്ങനെ ചോദിക്കില്ല, കൂടെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കും. ജാതി ചോദിച്ചുകൂടല്ലോ, ഇത്ര ഉള്ളോ പേര്? എന്താ ജാതി എന്ന് ചോദിച്ചു. അപ്പൊ ഗുരു പറഞ്ഞു, അത് കണ്ടിട്ട് മനസ്സിലായില്ലേ എന്ന് ചോദിച്ചു. അപ്പൊ മനസ്സിലായില്ല. അപ്പൊ ഗുരുവിന്റെ അടുത്ത വാക്യം, കണ്ടിട്ട് മനസ്സിലായില്ലെങ്കിൽ പിന്നെ പറഞ്ഞ എങ്ങനെ മനസ്സിലാവും? ആ വാക്യം ഈ ചോദിച്ച ആൾക്ക് മനസ്സിലാവണമെങ്കിൽ എത്ര പതിറ്റാണ്ട് കഴിയണമെന്നറിയോ? എത്ര പതിറ്റാണ്ട് കഴിഞ്ഞാലേ ഈ വാക്യത്തിന്റെ അർത്ഥം മനസ്സിലാവുമെന്നറിയോ? അതുപോലെ ഇതിന്റെ അർത്ഥം മനസ്സിലാവാൻ ഒരുപാട് പതിറ്റാണ്ട് എടുക്കും. അമ്മാതിരി അന്ധകാരം തലയിൽ പേറി നടക്കുന്ന മനുഷ്യരാ. ഗുരു ഉണ്ടാക്കിയ ഈ ദൈവസങ്കല്പത്തില് അതിനെന്തെങ്കിലും ബ്രാഹ്മണ്യമുണ്ടോ? അതിലെന്തെങ്കിലും തന്ത്രവിധിയുണ്ടോ? തന്ത്രാണ് ശരിയെങ്കിൽ ഗുരു നിൽക്കില്ലല്ലോ. ഇപ്പൊ മണ്ണന്തലയിലോ മറ്റോ പ്രതിഷ്ഠ നടത്തിയപ്പോൾ ആരോ വന്ന് ഗുരുവിനോട് ചോദിച്ചു, ഇപ്പൊ മുഹൂർത്തം ഉണ്ടോ? തന്ത്രവിധി